Hey, what's your dream? എന്താ കേട്ടില്ല? Dreams, സ്വപ്നം. ഡ്രീംസ്. സ്വപ്നം എന്ന് പറയുമ്പോൾ ഞാൻ ഒരു ദിവസം ഓട്ടോയിൽ പോവായിരുന്നു. ഓട്ടോയിൽ പോകുന്ന സമയത്ത് ഞാൻ ആ ഓട്ടോ ഡ്രൈവറോട് എന്തോ കഥ പറയുന്നുണ്ടായിരുന്നു, ഒരു സിനിമയുടെ കഥ. കഥ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ശ്രദ്ധിക്കുന്നത്, ആ ഓട്ടോ ഓടിക്കുന്ന നമ്മുടെ തമിഴ് നടൻ ധനുഷില്ലേ, പുള്ളി കഥയൊക്കെ കേട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് പറഞ്ഞു, കഥയൊക്കെ കൊള്ളാം, പക്ഷേ എനിക്ക് ഡേറ്റ് ഇല്ല, നീ ഒരു കാര്യം ചെയ്യും, വെട്രിമാരനെ വെച്ച് പടം ചെയ്യുന്നു പറഞ്ഞു. ഞാൻ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഓട്ടോയുടെ ബാക്കിൽ ചിരിച്ചുകൊണ്ട് വെട്രിമാരൻ ഇരിക്കുന്നു. എന്തായാലും ഞാൻ ഈ ഡ്രീംസ് അല്ല ചോദിച്ചേ. ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു തീവ്രവാദി ആക്രമണം ഉണ്ടായിട്ട് ഞാൻ ആ സ്കൂളിലെ എല്ലാവരും രക്ഷിക്കുന്നൊരു സ്വപ്നം കണ്ടായിരുന്നു. നമ്മളെ ലൈഫിലൊരു ഗോൾ അച്ചീവ് ചെയ്യണമെന്നുണ്ടാവില്ലേ, ആ ഡ്രീം, അതാ ഞാൻ ചോദിച്ചേ. ഗോൾ? ഒരു മിനിറ്റ്, ഞാൻ ഇപ്പോൾ വരാം. ഹലോ, പറഞ്ഞോ. ഇല്ല അച്ഛാ, കഴിഞ്ഞില്ല. ഇപ്പം തരും. ഞാൻ പെട്ടെന്ന് വരാം, കഴിയാറായി. എടാ അതൊന്ന് ഊരാവോ, കേക്കണ്ട വലുതും. കേക്കണ്ട്, നീ പറഞ്ഞോ. നിന്റെ ഡ്രീം എന്താ? കേട്ടില്ല, ഒന്നുകൂടി പറയാമോ? നിന്റെ ഡ്രീം എന്താ? എൻ്റെ ഡ്രീമോ? എൻ്റെ ഡ്രീം ഫുൾ ഡിസ്കമ്പി, ആകെ ടെറ, ഫുൾ ഷോക. എന്ത് ചോദിച്ചേ? നീ വെച്ചോ. ഇതിലും പേര് ഞാനാ. എന്നാലും എന്തായിരിക്കും എൻ്റെ സ്വപ്നം? വേറെ ഞാൻ ചോദിച്ചിട്ട് പറയാട്ടാ. ഹലോ അമ്മ, ഒന്നുകൂടി പറയാമോ എന്താ വേണ്ടത്? ഹലോ അമ്മേ, പറഞ്ഞു കേട്ടില്ല, ഒന്നുകൂടി പറയാമോ? അതെ അരുൺ. അയ്യോ, എന്നെ മനസ്സിലായില്ലേ? അയ്യോ,
എന്തൊരു സ്പീഡ് അത് നടന്നാത്തൂല ഓടാം. എടോ ഇയാളിതെന്ത് പോക്കാ പോയത്? ഞാൻ ആ ഫോൺ കോൾ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും നിന്ന നെപ്പിൽ ആളെ കാണാനില്ല. അതെനിക്ക് എന്തോ തിരക്ക് പെട്ടെന്ന് വന്ന പോലെ തോന്നി. ആ അതെനിക്ക് തോന്നി. അല്ലെങ്കിൽ പോവാനെന്താ? അയ്യോ ഒരു മിനിറ്റ്. എന്നിട്ട് ഞാൻ കുറേ വിളിച്ചു. എൻ്റെ നമ്പർ സേവ് അല്ലേ? നമ്പർ സേവ് അല്ല എന്നാട്ടോ തോന്നുന്നേ. ആ അതും എനിക്ക് തോന്നി. അല്ലാതെ എൻ്റെ ഫോൺ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അല്ലേ? ഏയ് എന്താ ഇവിടെ എങ്ങനെ വന്നു? ഒന്നും പറയണ്ട എൻ്റെ അരുണേ. ഞാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞു പെണ്ണ് കാണാൻ വന്ന ചെറുക്കനൊരു ഫോൺ കോൾ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും ചെറുക്കനെ കാണാനില്ലാന്ന്. അപ്പം എൻ്റെ അച്ഛൻ പറയാ എന്താ സ്ലോ ആയത്? ആ അപ്പം എൻ്റെ അച്ഛൻ പറയാ നിന്നെ കണ്ട് പേടിച്ച് ഓടിയതായിരിക്കും അവൻ. അപ്പം എൻ്റെ ഈഗോ ഹട്ടെ. അതറിയാൻ വേണ്ടി ഞാൻ തന്നെ കുറേ വിളിച്ചു. താൻ ഫോൺ എടുത്തില്ല. പിന്നെ മാട്രിമോണിയൊക്കെ നോക്കി ഇങ്ങനെ വന്നു. പേടിക്കാനും മാത്രം എന്തിരിക്കുന്നു? എന്തിനാ പേടി? അതെനിക്ക് മനസ്സിലായി. എന്താ ഫോൺ എടുക്കാത്ത? എന്തെങ്കിലും ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടോ? അമ്മീ അതെ, ഇവിടെ കടയുണ്ടായിട്ട് ടൗണിൽ പോയി സാധനം വാങ്ങിയ ചേച്ചിക്ക് വിഷമം. അതുകൊണ്ടാണ് ഞാൻ പിന്നെ സഞ്ജീവം പിടിച്ച് ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. കൊണ്ടോ ഒന്നുകൂടെ പിടിച്ചേ. അവിടെ വെച്ചോ. എന്താ ശീതളുടെ സ്വപ്നം? ഹാപ്പി ആയിട്ടിരിക്കുക. സീരിയസ്ലി. അതെ ഞാൻ ഉണ്ടല്ലോ. ആ ഉണ്ട്. ചെരുപ്പിട്ടോ. എനിക്ക് ചെറുപ്പത്തിൽ സയൻറ്റിസ്റ്റ് ആണെന്നായിരുന്നു ആഗ്രഹം. പിന്നീട് ഈ FM ഒക്കെ വന്ന സമയത്ത് RJ ആവാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്കൊരു പെങ്ങളുണ്ട്. അവളിപ്പോൾ PG കഴിഞ്ഞു. അവൾ 10 പഠിക്കുന്ന സമയത്ത് എൻ്റെ അച്ഛൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുക. പിന്നെ പെട്ടെന്നൊരു ജോലിയാക്കി, ഒരു വീട് വെച്ചു, പെങ്ങളെ പഠിപ്പിച്ചു. ഒരു 4-5 മാസം കഴിഞ്ഞ് അവൾ പുറത്തു പോകും. പിന്നെ വീട്ടുകാര്യങ്ങളൊക്കെ നോക്കലായി. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ മറന്നു. അതാ ഞാൻ പിന്നെ ഇന്നലെ പെട്ടെന്ന് ഡ്രീം എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്കൊരു അയ്യോ സോറി ഞാൻ പിടിക്കാം. അത് സാരമില്ല. ഞാൻ കുറേ ആലോചിച്ചു. പക്ഷെ എനിക്കൊന്നും ഓർമ്മ വന്നില്ല. അതാ ഞാൻ വേറൊന്നും കൊണ്ടല്ലോ ഇന്നലെ. അത് കുഴപ്പമില്ല. കുഴപ്പമില്ല അല്ലേ? സമയം ഇങ്ങനെ നീണ്ടു നിവർന്ന് വളഞ്ഞു പുളഞ്ഞു കിടക്കല്ലേ, നമുക്ക് കണ്ടുപിടിക്കാം. എന്നാലും ശീതളുടെ ഡ്രീം കൊള്ളാം. പക്ഷെ അതൊക്കെ ഡ്രീമാണോ? ജസ്റ്റ് ഹാപ്പി ആയിരിക്കുക, സിമ്പിൾ അല്ലേ? അതത്ര എളുപ്പമല്ല. അറ്റ്ലീസ്റ്റ് എനിക്കെങ്കിലും. എന്തോ പറയാനുണ്ടല്ലോ. എൻ്റെ വീട്ടിൽ സോറി ചിലപ്പോൾ ഞാൻ കരയും. നാട്ടുകാരുടെ അടി മേടിച്ചരുത്, വേറെ പ്രശ്നമൊന്നുമില്ല. പറ എന്താ പ്രശ്നം? അങ്ങനെ പ്രശ്നമൊന്നും പറയാനൊന്നുമില്ല. ഞാൻ അത്ര ഹാപ്പി അല്ല. എൻ്റെ വീട്ടിലെന്നും പ്രശ്നം. കുഞ്ഞുനാൾ മുതൽ ഞാൻ കേൾക്കുന്നതാണ്. എന്ത് പറഞ്ഞാലും വഴക്ക്, എന്ത് പറഞ്ഞാലും കുറ്റം. എൻ്റെ അച്ഛനും അമ്മയും അവരെന്നും കരഞ്ഞുകൊണ്ടല്ലാതെ എനിക്കങ്ങനെ ഉറങ്ങാനൊന്നും പറ്റാറില്ല. ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ ശരിയാവുമെന്ന് വിചാരിച്ചു. പക്ഷെ ജോലി കിട്ടിയത് നാട്ടിൽ തന്നെയാണ്. എന്നാൽ എങ്ങോട്ടെങ്കിലും പോവാമെന്ന് വിചാരിച്ചാൽ അവരതിനെ സമ്മതിക്കൂല. അങ്ങനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചേ. ഇപ്പോൾ ആണെങ്കിൽ അതും പേടിയാണ്. എൻ്റെ ലൈഫും അവരെ പോലെ ആയാലോ. ഇതൊക്കെ പറയാനാണ് ഞാനന്ന് വന്നേ. അപ്പോഴേക്കും ഇയാളെ കാണുന്നില്ല. ഇത് വീട്ടിൽ പോയി പറഞ്ഞപ്പോൾ അതിനും എനിക്ക് തന്നെ കുറ്റം. സോറി, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല.
അത് കുഴപ്പമില്ല, എനിക്ക് ചിരിക്കുന്ന പോലെ അഭിനയിക്കാനൊക്കെ അറിയാം. ദേ അതാ എൻ്റെ വീട്. ഓ, എന്നാ ഞാൻ പോട്ടെ. ഏയ് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഫുഡ് കഴിച്ചിട്ട് പോവാം. ബാ. ഇല്ല, അത് വേണ്ട, ശരിയാവില്ല. എടാ ഇവിടെ എൻ്റെ അമ്മയുണ്ട്. ഇയാൾ എത്ര കാലം അവിടെ നിൽക്കുന്നോ അത്രയും കാലം താ ഹാപ്പി ആയിരിക്കും. ബാ. ഈ ഹാപ്പി ആയിരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ലേ? എൻഡ് ഓഫ് ദി ഡേ ഹാപ്പി ആയിട്ടിരിക്കാം, ഉറങ്ങാൻ പറ്റും. കഥ പറഞ്ഞോണ്ടിരിക്കുന്ന ഒന്നെടുത്തോ. അയ്യോ, ലുക്ക് മാറ്റണ്ടല്ലോ.